നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇലക്ട്രോണിക്സിൽ നമ്മൾ ഏറ്റവും ചെറിയ സ്മാൾ സർഫസ് മൗണ്ട് ചിപ്പ് റെസിസ്റ്റർ മുതൽ ഏറ്റവും വലിയ വയർ വൗണ്ട് പവർ റെസിസ്റ്റേഴ്സ് വരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെയൊക്കെ റേഞ്ച് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് എന്താണ് ഒരു റെസിസ്റ്റർ എന്നുള്ളത്? റെസിസ്റ്റർ എന്നുള്ളത് എന്താണ്? അതിലൂടെ പോകുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പറയും? റെസിസ്റ്റർ എന്ന് പറയും. കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് പറയും? റെസിസ്റ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് റെസിസ്റ്റർ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫിക്സഡ് വാല്യൂ റെസിസ്റ്ററും വേരിയബിൾ റെസിസ്റ്ററും. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു റെസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ എന്താണോ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ, ആ വാല്യൂ എന്ത് ചെയ്യില്ല, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു വേരിയബിൾ വാല്യൂ റെസിസ്റ്റർ ആണെങ്കിൽ എന്താ വരിക? നമ്മളൊരു റെസിസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലൊരു മൂവ് ചെയ്യാനൊരു ഭാഗം ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വ്യത്യസ്ത റെസിസ്റ്റൻസ് വാല്യൂസ് നമുക്കതൊന്ന് ഉപയോഗിക്കാൻ പറ്റും. ആ ടൈപ്പ് റെസിസ്റ്ററിനെ നമ്മൾ എന്ത് പറയും? വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയും. ഇനി നമ്മൾ ഈ ഫിക്സഡ് വാല്യൂ റെസിസ്റ്ററിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, ഫിലിയം ടൈപ്പ് റെസിസ്റ്റർ, വയർ വൗണ്ട് റെസിസ്റ്റർ, സെമി കണ്ടക്ടർ റെസിസ്റ്റർ എന്നുള്ളത്. അതേപോലെ തന്നെ വേരിയബിൾ റെസിസ്റ്ററിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നുണ്ട്. എന്ത്? പൊട്ടൻഷ്യോമീറ്റേഴ്സ്, റിയോസ്റ്റാറ്റ്, ട്രിമ്മേഴ്സ് എന്നിങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവയെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു കാർബൺ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? മോസ്റ്റ് കോമൺ ടൈപ്പ് റെസിസ്റ്റർ ആണ്. അതേപോലെ തന്നെ ചീപ്പ് ജനറൽ പർപ്പസ് റെസിസ്റ്റർ ആണ് ഏത്? കാർബൺ റെസിസ്റ്റർ എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് കടക്കുമ്പോൾ എന്താണ്? കാർബൺ ഡസ്റ്റ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റും ഒരു നോൺ കണ്ടക്റ്റിംഗ് സെറാമിക്കും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാർബൺ റെസിസ്റ്റർ നിർമ്മിക്കുന്നത്. കാർബൺ ഡസ്റ്റ് ഓർ ഗ്രാഫൈറ്റ് ആൻഡ് എ നോൺ കണ്ടക്റ്റിംഗ് സെറാമിക് മെറ്റീരിയൽ, ക്ലേ പോലുള്ളൊരു സെറാമിക് മെറ്റീരിയലും കൂടി മിക്സ്ചറാണ് എന്ത് പറയുന്നത്? ഈ കാർബൺ റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ കാർബൺ ഡസ്റ്റും സെറാമിക് വാല്യൂവും തമ്മിലുള്ള ആ റേഷ്യോ ആണ് എന്ത് ചെയ്യുന്നത്? ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ്? നമ്മൾ ഈ കാർബണും അതേപോലെ തന്നെ ക്ലേയും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യും? ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലാക്കും. സിലിണ്ടറിക്കൽ രൂപത്തിലാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് എൻഡ്സിലും എന്ത് ചെയ്യും? നമ്മളോരോ ഇലക്ട്രിക്കൽ ലീഡ്സ്, ഇലക്ട്രിക്കൽ വയർ കണക്ഷൻ കൊടുക്കും. എന്തിന്? ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ആ ക്ലേയും കാർബണും മിക്സ് ചെയ്തതിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? കളർ കൊണ്ടൊരു കളർ കോഡ് പോലൊരു സംഭവം വരച്ചു വെക്കും. നമുക്ക് കളർ കോഡ് വെച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ കാർബൺ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണും ഒരു ക്ലേയും തമ്മിലുള്ള മിക്സാണ്. അതോടൊപ്പം എന്താണ്? ആ റേഷ്യോ, കാർബണും ക്ലേയും തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ട് നമുക്കതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം ആ റെസിസ്റ്റൻസ് വാല്യൂ എന്തുണ്ടാവും? അതിൻ്റെ മുകളിൽ കളർ കോഡായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടാവും. അതോടൊപ്പം നമ്മളൊരു കാർബൺ റെസിസ്റ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ എന്താണ്? ഹോട്ട് അറ്റ്മോസ്ഫിയറിൽ ഇത് സ്റ്റേബിൾ ആയിരിക്കില്ല എന്നുള്ളത് ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലിയം ടൈപ്പ് റെസിസ്റ്ററിനെ കുറിച്ചാണ്. ഫിലിയം ടൈപ്പ് റെസിസ്റ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, തിൻ ടൈപ്പും തിക്ക് ടൈപ്പും. തിൻ ടൈപ്പ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൊരു ഹൈ ഗ്രേഡ് സെറാമിക് റോഡും ഉണ്ടാവും, ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലും ഉണ്ടാവും. ആ ഹൈ ഗ്രേഡ് സെറാമിക് റോഡിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? ഒരു തിൻ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചുറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക എന്താണ്? വളരെ കട്ടി കുറഞ്ഞ തിന്നായ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ചുറ്റുന്നത് ആ ഹൈ സെറാമിക് റോഡിന് ചുറ്റും. അതുകൊണ്ടാണ് ഇവിടെ തിൻ ടൈപ്പ് മെറ്റീരിയൽ റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിൻ ടൈപ്പ് റെസിസ്റ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, കാർബൺ ഫിലിം റെസിസ്റ്ററും മെറ്റൽ ഫിലിം റെസിസ്റ്ററും. കാർബൺ ഫിലിം റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ നമ്മളൊരു ഇൻസുലേറ്റീവ് മെറ്റീരിയൽ റോഡ് ഉപയോഗിക്കും. ആ റോഡിന് ചുറ്റും എന്താണ്? കാർബൺ ഉപയോഗിച്ചിട്ടാണ്, വളരെ കട്ടി കുറഞ്ഞ കാർബൺ ഉപയോഗിച്ചിട്ടാണ് ചുറ്റുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കാർബൺ ഫിലിം റെസിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഈ കാർബൺ ഫിലിം റെസിസ്റ്റർ നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവ നോയ്സ് ഒന്നും വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ വൈഡ് ഓപ്പറേഷൻ റേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാർബൺ ഫിലിം റെസിസ്റ്റർ
കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാർബണിൻ്റെ പോലെ തന്നെ ആകെയുള്ള വ്യത്യാസം എന്താണ്? ഒരു റോഡ് ഉണ്ട്, ആ റോഡിൽ നമ്മൾ ചുറ്റുന്നത് എന്താണ്? കാർബൺ അല്ല, മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ചുറ്റുന്നത്. വളരെ കട്ടി കുറഞ്ഞ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചുറ്റുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറയും. ഇനി തിക്ക് ഫിലിം റെസിസ്റ്ററിലേക്ക് വരുമ്പോഴോ, തിന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആകെയുള്ള വ്യത്യാസം എന്താണ്? നമ്മളിവിടെ ഉപയോഗിക്കുക തിക്ക് ഫിലിമാണ്. അതേപോലെ തന്നെ ചുറ്റുന്നതിന് പകരം എന്താണ്? നമ്മൾ വേറെ ടൈപ്പിലും ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ തിക്ക് ഫിലിം റെസിസ്റ്റർ മെയിനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ, സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ, ഫ്യൂസിബിൾ റെസിസ്റ്റർ. ആദ്യം തന്നെ മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്ററിലേക്ക് വരുമ്പോൾ എന്താണ്? നമ്മളൊരു മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്ററിലേക്ക് വരുമ്പോൾ അതിലൊരു സെറാമിക് റോഡ് ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടിൻ ഓക്സൈഡ് കൊണ്ട് ഒരു തിന്നായൊരു കോട്ടിങ് കൊടുത്തിട്ടാണ് നമ്മൾ റെസിസ്റ്റർ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ എന്ന് പറയും. ഒരു സെറാമിക് മെറ്റീരിയൽ അതിനെന്ത് ചെയ്യുന്നു? ടിൻ ഓക്സൈഡിൻ്റെ ഒരു കോട്ടിങ്ങും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റർ എന്ന് പറയും. ഇനി സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ എന്ന് പറഞ്ഞാലോ, സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പോസിഷനാണ്, കോമ്പോസൈറ്റ് മെറ്റീരിയലാണ് ഈ സെർമെറ്റ് എന്ന് പറഞ്ഞാൽ. സെറാമിക്കും മെറ്റലും ചേർന്ന ഒരു അലോയി അല്ലെങ്കിൽ മിശ്രിതത്തിനെ നമ്മൾ എന്ത് പറയും? സെർമെറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന റെസിസ്റ്ററിനെ നമ്മൾ എന്ത് പറയും? സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ എന്ന് പറയും. ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഇനി ഫ്യൂസിബിൾ റെസിസ്റ്ററിലേക്ക് വരാം. നമ്മൾ 3 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു: മെറ്റൽ ഓക്സൈഡ്, സെർമെറ്റ്, ഫ്യൂസിബിൾ. ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വയർ ബൗണ്ട് റെസിസ്റ്റർ തന്നെയാണ് ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു പവർ റേറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ, ഒരു ഫ്യൂസിബിൾ റെസിസ്റ്ററിന് ഒരു പവർ റേറ്റിംഗ് ഉണ്ടാവും. ആ പവർ റേറ്റിങ്ങിൻ്റെ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ റെസിസ്റ്റർ ഫ്യൂസായി പോവും. അപ്പോൾ ഈ ഫ്യൂസിബിൾ റെസിസ്റ്റർ നമുക്ക് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്താണ്? ഒന്ന് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഫ്യൂസായിട്ട് ഉപയോഗിക്കാം. ഒരു നിശ്ചിത പവർ റേറ്റ് വരെ എന്ത് ചെയ്യും? അതൊരു റെസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യും. ആ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഫ്യൂസായി പോവും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വയർ ബൗണ്ട് റെസിസ്റ്ററിനെ കുറിച്ചാണ്. ഈ വയർ ബൗണ്ട് റെസിസ്റ്റർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ പവർ റെസിസ്റ്റർ ആപ്ലിക്കേഷനിലാണ്. അതേപോലെ തന്നെ ഇവയ്ക്ക് നോയ്സും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു വയർ ബൗണ്ട് റെസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഒരു ഇൻസുലേറ്റിംഗ് കോർ ഉണ്ടാവും. ആ ഇൻസുലേറ്റിംഗ് കോറിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ഒരു ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മളിങ്ങനെ ചുറ്റി ഉണ്ടാക്കുന്ന റെസിസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? വയർ ബൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് കോറിന് ചുറ്റുന്ന ആ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഏതാണ്? സാധാരണ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള നിക്കൽ ക്രോമിയം അലോയികളായ നിക്രോമൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ നമ്മൾ ആ കോർ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്, ഗ്ലാസ്, സെറാമിക് മെറ്റീരിയൽ ഇവ കൊണ്ടൊക്കെയാണ് നമ്മൾ ആ കോറ് നിർമ്മിക്കാറ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെമി കണ്ടക്ടർ റെസിസ്റ്ററിനെ കുറിച്ചാണ്. സെമി കണ്ടക്ടർ റെസിസ്റ്റർ മെയിനായിട്ട് യൂസ് ചെയ്യാറ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലാണ്, അതേപോലെ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഇവ ഒരു സർഫസ് മൗണ്ടഡ് തിൻ ഫിലിം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സെമി കണ്ടക്ടർ ടൈപ്പ് റെസിസ്റ്റേഴ്സ് നിർമ്മിക്കാറ്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ നോബ് അല്ലെങ്കിൽ സ്ക്രൂ, ഡയൽ ഇവ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് റെസിസ്റ്ററിനെ നമ്മൾ എന്ത് പറയും? വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയും. മെയിനായിട്ട് 3 ടൈപ്പ് വേരിയബിൾ റെസിസ്റ്റർ ആണുള്ളത്: പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, ട്രിമ്മേഴ്സ്. അതിൽ ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവയ്ക്ക് മെയിനായിട്ട് 3 ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ 2 ഫിക്സഡ് ആയിരിക്കും, 1 വേരിയബിൾ ആയിരിക്കും. നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ടിന് പാരലായിട്ട് കണക്ഷൻ കൊടുക്കും. അതായത് 2 ഫിക്സഡ് കോയിൽ പാരലായിട്ട് കണക്ഷൻ കൊടുക്കും. എന്നിട്ട് ആ വേരിയബിൾ കോയിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് ആ സർക്യൂട്ടിലത്തെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിലത്തെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് 3 ടെർമിനൽ ഉണ്ടാവും, 2 ഫിക്സഡ് ടെർമിനലും 1 വേരിയബിൾ ടെർമിനലും. നമുക്കൊരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ റേഞ്ചിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 10 മെഗാ ഓം റേഞ്ചിൽ വരെ പൊട്ടൻഷ്യോമീറ്റേഴ്സ് അവൈലബിൾ ആണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റിയോസ്റ്റാറ്റിനെ കുറിച്ചാണ്. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു 2 അല്ലെങ്കിൽ 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഇവ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിലത്തെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞ പോലെ തന്നെ
രണ്ട് ഫിക്സഡ് ടെർമിനലും ഒരു വേരിയബിൾ ടെർമിനലും ഉണ്ട്. നമുക്ക് ആ ഫിക്സഡ് ടെർമിനൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ഫിക്സ് ആയിട്ടും ഒരു ഫിക്സഡും ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് വേരിയബിൾ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഈ റിയോസ്റ്റാറ്റിനെ വേരിയബിൾ വയർ ബൗണ്ട് റെസിസ്റ്റർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സെറാമിക് റോഡ് ഉണ്ടാവും. ആ സെറാമിക് റോഡിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഒരു ഹൈ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നമ്മൾ ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും. ഒരു സർക്യൂട്ടിലെ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിയോസ്റ്റാറ്റ് എന്ന് പറയും. വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും. അടുത്തായിട്ട് വരുന്നത് ട്രിമ്മേഴ്സിനെ കുറിച്ചാണ്. ട്രിമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്. പക്ഷെ അതിൽ നമുക്ക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും, ഒരു ചെറിയൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവും. ഒരു ബെറ്റർ എഫിഷ്യൻസി ആൻഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്രൂവും കൂടി അതിൽ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ക്രൂയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യും അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. ഈ ടൈപ്പ് റെസിസ്റ്ററിനെ നമ്മൾ എന്ത് പറയും, ട്രിമ്മേഴ്സ് എന്ന് പറയും.